എല്ലാവർക്കും ടീച്ചറെ എന്നെ അറിയാവുന്നവർ നല്ലൊരു കഴിവ് തന്നായിരുന്നു. എല്ലാവർക്കും അറിയാം, പണ്ടത്തെ നായികമാരുടെ പേടി സ്വപ്നമായിരുന്നു നമ്മുടെ ടി ജി രവി എന്ന് പറയുന്നത്. പക്ഷേ അദ്ദേഹത്തിന്റെ പ്രായമായ ശേഷമുള്ള അദ്ദേഹത്തിന്റെ ശബ്ദമാണ് ഞാൻ അനുകരിക്കുന്നത്. ഇപ്പോഴത്തെ ഏറ്റവും ടഫായിട്ട് അനുകരിക്കാൻ പറ്റുന്ന വോയിസ് ടി ജി രവിയാണ്. കാരണം മുഖം കൊണ്ട് കുറെ ഭാവങ്ങൾ ഉണ്ടാക്കണം. ആദ്യം തന്നെ ഇങ്ങനെയാണ് തുടങ്ങുന്നത്. ഇത്രയും കാലം നീ എവിടെയായിരുന്നു? എന്റെ കൈവെള്ളയിൽ ഞാൻ വളർത്തിയ മുത്തായിരുന്നു. പക്ഷേ നീ ഇവിടെ ഇരിക്കുന്നത് കാണുമ്പോൾ എനിക്ക് സങ്കടമാകുന്നു. എന്താണോ നോക്കി പിടിപ്പിക്കുന്നത്? അതിന്റെ ഒരാവശ്യമില്ല. കൈകൾ തമ്മിൽ കൂട്ടിയിരിക്കുമ്പോഴുള്ള ആ ശബ്ദങ്ങളാണ് കലാകാരന് കിട്ടുന്ന ഏറ്റവും വലിയ ശക്തി. നല്ല കൈയടി. കണ്ടില്ലേ എന്തൊരു ബുദ്ധിമുട്ടാണ് ഞാൻ ഈ ശബ്ദം അനുകരിക്കാൻ നോക്കിയത്. ഇതുപോലെ നമുക്ക് എല്ലാവർക്കും എനിക്ക് വളരെ ഈസി ആയിട്ട് അനുകരിക്കാൻ സാധിക്കുന്ന ഒരാളാണ്. പണ്ടത്തെ കാലത്ത് നമ്മുടെ കോമഡി താരങ്ങളിൽ നമുക്ക് എല്ലാവർക്കും ഇഷ്ടമുള്ള ഒരു താരമായിരുന്നു ഇന്ദ്രൻ ചേട്ടൻ. ഇന്ദ്രൻ ചേട്ടന്റെ പഴയ കാല ശബ്ദം എന്ന് പറയുന്നത് ഇങ്ങനെ ആയിരുന്നു. വളരെ മെലിഞ്ഞ ഇന്ദ്രൻ ചേട്ടൻ സംസാരിക്കുമ്പോൾ ഈ ടോണായിരുന്നു. പക്ഷെ അദ്ദേഹം ഇച്ചിരി ഡിലേ വേണ്ട. അപ്പോ പിന്നെ അതിനുശേഷം അദ്ദേഹം അഞ്ചാം പാതിര തുടങ്ങിയിട്ടുള്ള സിനിമകൾ അഭിനയിച്ചപ്പോൾ കുറച്ച് ഗൗരവവും കുറച്ച് സീരിയസ്നെസ്സും അദ്ദേഹത്തിന്റെ ശബ്ദത്തിൽ വന്നു. അതിങ്ങനെയാണ്: ഓരോ കൊലപാതകം കഴിഞ്ഞാൽ 1-2 കൊല്ലം അവധി എടുക്കും എന്നിട്ട് പോലീസിനെയും പത്രക്കാരെയും വിശ്വസിപ്പിച്ചു. മുപ്പറയുടെ അവസാനത്തെ പണിയിൽ കഴിഞ്ഞു. വേട്ട അവസാനിച്ചു ഇരകളെ വിശ്വസിപ്പിക്കുന്ന വേട്ടക്കാരനാണ് യഥാർത്ഥ ബുദ്ധിമാൻ. നന്ദി, നമസ്കാരം. ഇങ്ങനെ അദ്ദേഹത്തിന്റെ ശബ്ദത്തിലേക്ക് മാറ്റം ഉണ്ടായി. പിന്നെ നമുക്ക് തമിഴിനെടുത്ത് നോക്കിയാൽ തമിഴില് നല്ല കോമഡി താരങ്ങളിൽ ഏറ്റവും മുൻപന്തിൽ നിൽക്കുന്ന താരമാണ് വടിവേലു എന്ന് പറയുന്നത്. വടിവേലിനെ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ആളാണ്. അത് ഇപ്പോഴും സീരിയസ് റോളുകൾ ചെയ്യുന്നുണ്ട്. ഈ ഇന്ദ്രൻ ചേട്ടന്റെ വോയിസിൽ ചെറിയ ഒരു പൊടിക്ക് വ്യത്യാസം വരുത്തിയാൽ നമുക്ക് വടിവേലു ചേട്ടന്റെ ശബ്ദം നമുക്ക് എടുക്കാൻ സാധിക്കും. ഇങ്ങനെയാണ്: എല്ലാവർക്കും നമസ്കാരം. ഞാൻ கல்லாடுத்து கொண்டாருங்க. என் பையன் உசுறு கலப்படுத்திக்கிட்டு வீட்டுல முத்துமா சொல்லாம கையெல்லாம் உடம்புக்கு போய் கிடக்குறாயா. அவங்க சும்மா விடக்கூடாதுயா, அவங்க சும்மா விடக்கூடாது. താങ്ക് യു. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നിങ്ങളെല്ലാവരും കാഴ്ചക്കാരായിരുന്നില്ല, നിങ്ങളെല്ലാവരും ആസ്വദിക്കുന്നുണ്ടെന്ന് എനിക്ക് നന്നറിയാം. പക്ഷെ ഞാൻ കാണിക്കുന്ന ഐറ്റം നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെന്ന് അറിയുന്നത് നിങ്ങളെ വിലയേറിയ ഹൃദയം നിറഞ്ഞ കയ്യടികൾ കാണിക്കുമ്പോഴാണ്. അപ്പോൾ നിങ്ങൾ നല്ല കയ്യടികൾ തന്ന് പ്രോത്സാഹിപ്പിക്കുകയാണെങ്കിൽ നമുക്ക് അടിപൊളിയായിട്ട് പരിപാടികൾ മുന്നോട്ട് പോകുന്നതാണ്. അപ്പോൾ നമ്മുടെ വടിവേലു ചേട്ടന്റെ ശബ്ദവും നിങ്ങൾ കേട്ടു എന്നുള്ളത്. അപ്പോൾ എനിക്ക് ഭയങ്കര എളുപ്പത്തിൽ അനുകരിക്കാൻ സാധിക്കുന്ന ശബ്ദം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ഈ ലുക്ക് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് ആരുടെ മനസ്സിലേക്ക് ഓടി വരുന്ന ശബ്ദം ഏതാണ് ചേട്ടാ? റിയാസ് ഖാനോ? അന്ന് റിയാസ് ഖാൻ എന്ന് പറഞ്ഞു. എന്നെ കണ്ടപ്പോൾ തന്നെ ചേട്ടൻ തോന്നിയത് റിയാസ് ഖാനാണ്. റിയാസ് ഖാന്റെ ഇപ്പോഴത്തെ ഹിറ്റ് ഡയലോഗ് എന്ന് പറയുന്നത്: ഭാസ്കര എല്ലാവർക്കും കൊടുക്ക്, കള്ളോ കപ്പയോ കരിമീനോ കൊഞ്ചോ പോരട്ടെ, അല്ല എന്റെ ചിലവ് എല്ലാം അടിച്ചു കയറി വാ, ശരി എന്റെ തന്നെ കണ്ണിന്റെ വിചാര അടിച്ചു കയറി വാ. ഇങ്ങനെ നമ്മുടെ റിയാസ് ഖാന്റെ ശബ്ദം. പിന്നെ ഞാൻ ഉദ്ദേശിച്ചത് റിയാസ് ഖാന്റെ ശബ്ദമല്ല. എന്നെ കാണുന്ന നിങ്ങൾക്ക് ചേച്ചിമാർക്ക് ഈ ഫ്രണ്ടിൽ ഇങ്ങനെ ഒരു കണ്ണട വെച്ച ചേച്ചി എന്നെ കുറെ നേരമായിട്ട് നോക്കി ചിരിച്ചുകൊണ്ടിരിക്കുകയാണ്. ചേച്ചിനെ തന്നെയാണ്. ചേച്ചിന് മാത്രമേ എനിക്ക് കാണാൻ സാധിക്കണം. ചേച്ചി എന്നെ കാണുമ്പോൾ ചേച്ചിക്ക് മനസ്സിലേക്ക് ഓടി വരുന്ന ശബ്ദം ഏതാണെന്ന് ചോദിച്ചാൽ ചേച്ചി എന്ത് പറയും? ജയനൊക്കെ എന്ത് ഈ കോലത്തിലായിരുന്നു. വിനീത് ശ്രീനിവാസന്റെ ശബ്ദം അദ്ദേഹത്തിന് നമുക്ക് എല്ലാവർക്കും അറിയാലോ. വീഡിയോ എടുത്തു തുടങ്ങി എല്ലാവരും. പണ്ടത്തെ കാലത്ത് നമ്മൾ ഒരു പരിപാടി ചെയ്താൽ നമുക്ക് ഭയങ്കര സുഖമായിരുന്നു. നല്ല വിധി ചേട്ടാ.